ഈ ചക്കയുടെ മടലും വെച്ചൊരു ബജി ഉണ്ടാക്കാം. അത് ഇതിനെ മുള്ളു പോലത്തെ സാധനമൊക്കെ ചെത്തിക്കളയാം. ഇതുപോലെ ഇതെല്ലാം ശരിയാക്കി എടുക്കും. ഞാനിതെല്ലാം ഇതുപോലെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ആവി ഇട്ടെടുക്കണം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ ഒരു കഷ്ണമാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ മുറിച്ചെടുത്ത് ഇതിൻ്റെ ആവിയാക്കി എടുക്കണം. നമ്മൾ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതിന് ആവി വയ്ക്കാം. ചക്കമടൽ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ബാറ്ററി ശരിയാക്കാം. ഇതിപ്പോൾ മൈദപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ശരിക്കും മൈദയല്ല, കടലപ്പൊടിയാണ് വേണ്ടത്. പക്ഷേ കടലപ്പൊടി ഉണ്ടായിരുന്നില്ല. ഞാൻ മൈദയാണ് എടുത്തത്. മൈദ പൗഡർ എടുക്കാം. പക്ഷേ ഒരു 3.5 സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് കായം, മുളക് പൊടി, കുറച്ച് ഉപ്പ്. ബാറ്ററി ശരിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ചക്കമടൽ ആവിയേറ്റാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അത് മുക്കി ഒഴിക്കും. നമ്മുടെ ചക്ക ആവി വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ചക്ക വറുത്തില്ലേ, ആ എണ്ണയാണ് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലേക്ക് തന്നെ നമുക്കിത് മുക്കി പൊരിച്ചെടുക്കാം. ബജി റെഡി. ടേസ്റ്റ് ചെയ്തോ. ഒരു സോസും കൂടി ഉണ്ടാക്കാൻ സൂപ്പറായിരുന്നു കേട്ടോ. ചക്കര മടലാണെന്ന് തോന്നേയില്ല. കായ ബജി ഉണ്ടാക്കൂലേ, ആ ഒരു ടേസ്റ്റ്. കുറച്ച് സോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളി.